السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യം നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദർ എന്ന 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാവിന്റെ പ്രതിഫലം നേടാൻ പറ്റുന്ന രാവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമഹത്തായ ആ പുണ്യം നേടുന്ന, പ്രതിഫലം നേടുന്ന മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുള്ളത് ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം കൂടി നമുക്കൊട്ടും പ്രായോഗികമല്ല ഈ ഒരു സന്ദർഭത്തിൽ അത് വിശദമായി സംസാരിക്കുക എന്നത്. എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ, ഓർത്തുവെക്കേണ്ടതായ ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഫിത്ർ സക്കാത്ത് നിർബന്ധമാണോ അല്ലേ എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് പല മുസ്ലിങ്ങൾക്കിടയിലും, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമല്ല, അതല്ലെങ്കിൽ അതൊന്നും അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഫിത്ർ സക്കാത്ത് കൊടുക്കാറുമില്ല. കാരണം അവര് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ഇസ്ലാമിലെ മൂന്നാമത്തെ സക്കാത്തിനെ പോലെ നിർബന്ധമാക്കപ്പെട്ട ഒന്നല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയ സംബന്ധമായിട്ട് എന്താണ് ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിധി, അതങ്ങനെ തോന്നിയതുപോലെ കൊടുത്താൽ മതിയോ, അതല്ല എല്ലാവരും അത് കൊടുക്കേണ്ടതില്ലേ? ഒന്ന്, അതിനെ സംബന്ധിച്ചിടത്തോളം ജംഹൂറും പറഞ്ഞിട്ടുള്ളത്, ജംഹൂർ എന്നല്ല, അഹ്ലുൽ ഇൽമിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സലഫുകളായ അല്ലെങ്കിൽ മുൻഗാമികളായ ഉലമാക്കളൊക്കെ, അവര് ഏതാണ്ട് ആളുകളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് വാജിബാണ് എന്നുള്ളതാണ്. ഫിത്ർ സക്കാത്ത് ഫറളാണ്, വാജിബാണ് എന്നുള്ളതാണ്. അത് ഖുർആൻ കൊണ്ട്, അതേപോലെ തന്നെ ഹദീസ് കൊണ്ട്, അതേപോലെ തന്നെ ഇജ്മാ കൊണ്ട് അത് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിത്ർ സക്കാത്ത് എന്നുള്ളത് അത് വാജിബാണ്, അത് ഫറളാണ്. അതിന്റെ തെളിവ് ഒന്ന് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളാണ്. കാരണം ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഹദീസുകളിലൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ആ പ്രയോഗം തന്നെ ഫറള എന്നതാണ്. ചില ഹദീസുകളിൽ ഫറള എന്ന് കാണാം.
ചില ഹദീസുകളിൽ അമറ എന്ന് കാണാം. ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഉലമാക്കൾ പറഞ്ഞത് അത് വാജിബാണ്. അതിലൊന്നൊരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തൽ ഫിത്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സകാത്ത് ഫറലാക്കിയിരിക്കുന്നു. അപ്പൊ ഇതിന് അസ്സാണ്. ഫറല എന്നുള്ളതിന്റെ അർത്ഥം ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റും. ഫറല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിരിക്കുന്നു, ഫറലാക്കിയിരിക്കുന്നു സകാത്തൽ ഫിത്ർ, ഫിത്ർ സകാത്ത് സ്വാഅം മിൻ തംറിൻ ഔ സ്വാഅം മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുരി. ആ ഹദീസ് അങ്ങനെ പറഞ്ഞു പോവാണ്. ഈ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു തെളിവ്. ഈ ഹദീസിൽ വ്യക്തമായി തന്നെ വന്നിരിക്കുന്നു ഫറല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിമിന്റെയും ബുഖാരിയുടെയും മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് നാഫിഅ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബി സകാത്തിൽ ഫിത്രി. ഈ ഹദീസിൽ വന്നിട്ടുള്ളത് അമറ, കൽപ്പിച്ചിരിക്കുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബി സകാത്തിൽ ഫിത്രി ഖബ്ല ഖുറൂജിൻ നാസ് ഇല സ്വലാ. നമസ്കാരത്തിലേക്ക് ജനങ്ങൾ പുറപ്പെടുന്നതിന്റെ മുമ്പായിട്ട് ഫിത്ർ സക്കാത്ത് നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഈ ഹദീസുകളിൽ നിന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു ഫിത്ർ സക്കാത്ത് അത് ഫറലാണ്, അത് വാജിബാണ്. മാത്രമല്ല ഇബ്നുൽ മുൻദിർ അദ്ദേഹത്തിന്റെ ഇജ്മാഇൽ ഈ വിഷയത്തിൽ ഇജ്മാ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് അജ്മഅ കുല്ലു മൻ നഹ്ഫദു അൻഹു മിൻ അഹ്ലിൽ ഇൽമി അല അന്ന സദഖത്തൽ ഫിത്രി ഫറളുൻ. അദ്ദേഹം പറയുന്നത് എന്താ, അഹ്ലുൽ ഇൽമിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കി പോന്നിട്ടുള്ളത് എന്താണ്, അല അന്ന സദഖത്തൽ ഫിത്ർ ഫറളുൻ, ഫിത്ർ സക്കാത്ത് ഫറലാണ് എന്നുള്ളതാണ്. അതിൽ ഇജ്മാ അജ്മഅ എന്നാണ്, അജ്മഅ കുല്ലു മൻ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഇസ്ഹാഖ് ഇബ്നു റാഹവി അദ്ദേഹം പറഞ്ഞത് ഹുവക്കൽ ഇജ്മാഇ മിൻ അഹ്ലിൽ ഇൽമി. ഈ വിഷയത്തിൽ എന്തുണ്ട്, അഹ്ലുൽ ഇൽമിന്റെ ഇടയിൽ ഈ വിഷയം ഇജ്മാ പോലെ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞത് വഖദ് അജ്മഅ അഹ്ലുൽ ഇൽമി അലാ വുജൂബി സക്കാത്തിൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്നുള്ളതിൽ അഹ്ലുൽ ഇൽമിനിടയിൽ ഇജ്മാ ഉണ്ട്. വനിഖ്തലഫു ഫീ തസമ്മിയതിഹാ ഫർളൻ ഫലാ യജൂസു തർക്കിഹാ. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഉപേക്ഷിക്കുക എന്നുള്ളത് ജായിസല്ല. ഇത് മുൻഗാമികളും പിൻഗാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് തജിബു അലാ കുല്ലി ഇൻസാനിൻ മിനൽ മുസ്ലിമീന ദക്കറൻ കാന ഉൻസ സ്വയറൻ കാനം കബീറൻ. അദ്ദേഹം പറഞ്ഞത് ഇതേ കാര്യം തന്നെ, തജിബു അലാ കുല്ലി ഇൻസാനിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും നിർബന്ധമാകുന്നു. ഏത്, ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നു എന്നുള്ളത്. അപ്പൊ ഇതങ്ങനെ ധാരാളം തെളിവുകളുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅലയിലെ ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പലരും പറഞ്ഞു, അവിടെ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊരു വ്യാഖ്യാനമായിട്ട് പറഞ്ഞു ഇവിടെ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് ഫിത്ർ സക്കാത്താണ്, അത് സക്കാത്തുൽ ഫിത്റാണ് എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു തെളിവ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, നമുക്കൊക്കെ പരിചയമുള്ള തഫ്സീറാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ. അതിൽ ഈ സൂറത്തിന്റെ തഫ്സീറിൽ കാണാം അദ്ദേഹം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം യഅ്മുറുന്നാസ ബി ഖറാജി സദഖത്തിൽ ഫിത്രി, അദ്ദേഹം ജനങ്ങളോട് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിന് വേണ്ടി കൽപ്പിക്കും. വയത്ലു ഹാദിഹിൽ ആയ, എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ് അദ്ദേഹം തെളിവായി ഓതാറുണ്ടായിരുന്നത്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല, ഈ ആയത്താണ് അദ്ദേഹം ഓതാറുണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി, ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ തന്നെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല, ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഫിത്ർ സക്കാത്ത് ആകുന്നു. അപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്ത് ഓതിക്കൊണ്ടായിരുന്നു ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ജനങ്ങളോട് കൽപ്പിച്ചിരുന്നത് എന്നുള്ളത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് കൊടുക്കണം.
അത് ആ രൂപത്തിൽ തന്നെ കൽപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളത് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം അതാണ്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ ഒരു അലംഭാവം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ആളുകൾ പോലും കൃത്യമായത് കൊടുക്കൂല. അത് അതിന്റെ അളവനുസരിച്ചിട്ട് തന്നെ ഒരു സ്വആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അത് കൃത്യമായി തന്നെ കണക്കാക്കിയിട്ട് കൊടുക്കണം. എത്ര ആളുകളുണ്ടോ അത്രക്ക് ആളുകൾക്കും കൊടുക്കണം. അത് നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇതൊരു നിർബന്ധ രൂപത്തിൽ തന്നെയാണ് ഈ വിഷയത്തിലുള്ള കൽപ്പന വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. 2, എന്താണ് ഇതിന്റെ ഹിക്മത്ത്? ഫിത്ർ സക്കാത്തിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? അത് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 വിഷയങ്ങളാണ്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, അതിന്റെ തത്വം, അത് 3 വിഷയങ്ങളാണ്. അത് 2 ഹദീസുകളിൽ നിന്ന് കിട്ടും. 3 ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചിരുന്നു എന്തിനാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത്. 1, ആ ഹദീസിലുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്ർ. ഇത് നേരത്തെ പറഞ്ഞ ഹദീസല്ല, അത് വേറെ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഹറത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസി വതുഅമതൻ ലിൽ മസാകിൻ. 2 കാര്യങ്ങൾ പറഞ്ഞു. എന്താ 2 കാര്യങ്ങൾ? ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കാനുള്ള കാരണങ്ങളിൽ 2 കാര്യങ്ങൾ ഈ ഹദീസിൽ വന്നു. 1, തുഹറത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസ്. റഫസും ലഗ്വും അത് നോമ്പുകാരന് സംഭവിച്ചിട്ടുണ്ടാകും. നമ്മളിൽ നിന്നൊക്കെ അത് സംഭവിച്ചിട്ടുണ്ടാകും. മനഃപൂർവമോ അല്ലാതെയോ സംഭവിച്ചിട്ടുണ്ടാകും. ലഗ്വും റഫസും, മ്ലേച്ഛമായിട്ടുള്ള സംസാരങ്ങളും വർത്തമാനങ്ങളും, അനാവശ്യമായിട്ടുള്ള ആ രൂപത്തിലുള്ള സംസാരങ്ങൾ, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ലഗ്വും റഫസും, അതിൽ നിന്നും അത് നോമ്പുകാരന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തുഹറത്ത് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി അത് തുഹറത്ത്, അത് എന്തായി, അത് ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ ലഗ്വും റഫസും നോമ്പുകാരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്തിലൂടെ അത് ക്ലീൻ. ഇതാണ് അതിന്റെ ഒരു ഹിക്മത്ത്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയതിന്റെ പിന്നിലുള്ള ഒരു ഹിക്മത്ത്. അപ്പൊ ലഗ്വും റഫസും അതൊക്കെ നമ്മളിൽ നിന്നൊക്കെ സംഭവിച്ചിട്ട് പോയിട്ടുണ്ടാകാം. ലഗ്വും റഫസും ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ, ഈ നിർബന്ധ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിലൂടെ അത് ശുദ്ധീകരിക്കപ്പെടുന്നു. 2ാമത്തെ അതിന്റെ ഹിക്മത്ത് പറഞ്ഞു, വതുഅമതൻ ലിൽ മസാകീൻ. മിസ്കീനുകൾക്കുള്ള തുഅമത്താണ്, പാവപ്പെട്ടവനുള്ള ഭക്ഷണമാണ്. ഇതാണ് ഫിത്ർ സക്കാത്തിന്റെ 2ാമത്തെ ലക്ഷ്യം. 1ാമത്തെ ലക്ഷ്യം നോമ്പുകാരനെ ശുദ്ധീകരിക്കുക. 2ാമത്തതിന്റെ ലക്ഷ്യം മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക. പെരുന്നാളിന്റെ അന്ന് ആരും പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം മുസ്ലിം ലോകത്തുണ്ടാകരുത്, മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകരുത്. അപ്പൊ 2 ലക്ഷ്യങ്ങൾ പറഞ്ഞു. 3ാമതായിട്ടൊന്ന് ഇതിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ആളുകൾ പറഞ്ഞു, 29-30 ദിവസം നോമ്പ് നോൽക്കാൻ ഒരു മനുഷ്യന് തൗഫീഖ് കിട്ടുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയൊരു നിഅമത്താണ്. അതിലൂടെ അവന്റെ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ അവന് സാധിച്ചിരിക്കുന്നു. ഒരു നല്ല മനുഷ്യനായി തീരാൻ, അവന്റെ ശരീരവും മനസ്സും വിമലീകരിക്കാൻ ഒരു മനുഷ്യന് സാധിച്ചിരിക്കുന്നു. അങ്ങനെ നോമ്പ് പൂർത്തീകരിക്കാൻ തൗഫീഖ് ലഭിച്ച അള്ളാഹുവിനുള്ള ശുക്ർ കാണിക്കുകയാണ് ഈ സക്കാത്തുൽ ഫിത്റിലൂടെ ഒരു സത്യവിശ്വാസി ചെയ്യുന്നത്. ഇങ്ങനെ 3ാമതൊരു കാരണം കൂടി. ഇങ്ങനെ അള്ളാഹുവിന്റെ അപാരമായ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തിനുള്ള ഒരു ശുക്ർ കൂടി ഇതിലുണ്ട് എന്നുള്ളത് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ 3 കാര്യങ്ങൾ. 1, നോമ്പുകാരന് സംഭവിച്ച ലഗ്വിൽ നിന്നും റഫസിൽ നിന്നും അത് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി ശുദ്ധീകരിക്കും. അതാണ് തുഹറത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസ്. 2ാമത്തത് പറഞ്ഞു തുഅമതൻ ലിൽ മസാകീൻ. ഈ ഹദീസ് അബൂദാവൂദ് ഉദ്ധരിച്ചതാണ്, മറ്റുള്ളവരൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന്. തുഅമതൻ ലിൽ മസാകീൻ, മിസ്കീനുകൾക്കുള്ള, പാവപ്പെട്ടവനുള്ള ഭക്ഷണമാണ് ഫിത്ർ സക്കാത്ത്. 3ാമത് പറഞ്ഞു അള്ളാഹുവിന്റെ അപാരമായ നിഅമത്ത്, ആ നിഅമത്ത് അത് പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. ആ നോമ്പിന്റെ എണ്ണം അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് അത് പൂർത്തിയാക്കാൻ സാധിച്ചതിനുള്ള നന്ദി പ്രകടനം, ആ ശുക്ർ, അതാണ് ഫിത്ർ സക്കാത്ത്. ഇങ്ങനെ 3 കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ഈ ഫിത്ർ സക്കാത്തിന്റെ ഹിക്മത്തിനെ സംബന്ധിച്ചിടത്തോളം, അത് നിർബന്ധമാക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള ഹിക്മത്തിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ 2 കാര്യങ്ങളായി.
മൂന്നാമത്തത്, ആർക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത്? നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അതിന്റെ ഹിക്മത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. നിർബന്ധമായി തീരുന്നത്, നേരത്തെ നമ്മൾ ധനത്തിന്റെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അത് നിർബന്ധമായി തീരണമെങ്കിൽ അതിന്റെ നിസാബ് എത്തണം. ധനത്തിന്റെ നിശ്ചിത നിസാബ് എത്തുന്ന ഒരാൾക്ക് മാത്രമേ ധനത്തിന് സക്കാത്ത് നിർബന്ധമായി തീരുന്നുള്ളൂ. എന്നാൽ ഫിത്ർ സക്കാത്ത് അങ്ങനെയല്ല. ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുസ്ലിം സമൂഹത്തിൽപ്പെട്ട എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അത് ധനത്തിന്റെ തോതനുസരിച്ചിട്ടല്ല ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത്. മുസ്ലിം സമൂഹത്തിലെ ഓരോരുത്തർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. അത് ഹദീസിൽ കൃത്യമായി എണ്ണി പറഞ്ഞു. ആ ഹദീസ് ബുഖാരി, മുസ്ലിം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്നാ നുഖ്രിജു ഇദ് കാന ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തൽ ഫിത്രി അൻ കുല്ലി സഈരിൻ വകബീരിൻ ഹുർരിൻ ഔ മംലൂക്കിൻ. ഒരു റിവായത്തിൽ, അതായത് സഗീറിനും കബീറിനും ഹുർറിനും മംലൂക്കിനും, അതായത് ചെറിയവനും വലിയവനും അടിമക്കും സ്വതന്ത്രനും ഓരോ സ്വഅവീതം സക്കാത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു, ഒരു റിവായത്തിലുള്ളത്. അതേപോലെ തന്നെ ഇബ്നു ഉമറിൽ നിന്നുള്ള ഒരു റിവായത്തില് അതിൽ അദ്ദേഹം പറയുന്നു, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്രി സ്വഅം മിൻ തംറിൻ ഔ സ്വഅം മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുർരി വദ്ദക്കരി വൽ ഉൻസ. ഇതിൽ അതുകൂടി വന്നിട്ടുണ്ട്, അദ്ദക്കർ വൽ ഉൻസ, ആണും പെണ്ണും. ബുഖാരിയും മുസ്ലിമും കൂടി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അപ്പൊ ചുരുക്കത്തിൽ ചെറിയ കുട്ടികൾക്ക്, അതേപോലെ തന്നെ വലിയവർക്ക്, ആണിനും പെണ്ണിനും അടിമക്കും സ്വതന്ത്രനും എല്ലാവർക്കും നിർബന്ധമാണ് ഇത് സക്കാത്തുൽ ഫിത്ർ. എല്ലാവർക്കും അത് നിർബന്ധമാണെന്നർത്ഥം. മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തിലെ എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ധനത്തിന്റെ തോതനുസരിച്ചിട്ടല്ല. ഇപ്പൊ ഒരു വീട്ടിൽ 10 മെമ്പർമാരുണ്ടെങ്കിൽ ആ 10 മെമ്പർമാർക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അതല്ല ഒരു വീട്ടിൽ 2 പേർ മാത്രമാണെങ്കിൽ 2 പേർക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത്. അപ്പൊ ഇങ്ങനെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ചെറിയ കുട്ടികൾക്ക്, അതേപോലെ തന്നെ വലിയവർക്ക്, സ്ത്രീകൾക്ക് ഒക്കെ എന്താണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നു എന്നർത്ഥം. ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ധനത്തിന്റെ നിസാബ് എത്തുമ്പോഴാണ് ധനത്തിന് സക്കാത്ത് നിർബന്ധമായി തീരുന്നത്. എന്നാൽ ഇത് നിർബന്ധമായി തീരുന്നത് ആർക്കാണ്? നമ്മൾ പറഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം, അവർക്കൊക്കെ ഇത് നിർബന്ധമാണ്. ഇനി നിർബന്ധമായി തീരുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിനും അന്ന് രാത്രിയും, അത് കഴിച്ചിട്ട് ബാക്കിയുള്ള ഓരോരുത്തരും, പെരുന്നാളിന്റെ അന്ന് രാത്രി, പെരുന്നാളിന് അന്ന് അയാൾക്കും അയാളുടെ കുടുംബത്തിനും, അല്ലെങ്കിൽ അയാൾക്കും അയാൾ നിർബന്ധമായും ചെലവിന് കൊടുക്കുന്ന ആളുകൾക്കും കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഒരു അയാൾ സക്കാത്ത്, എത്ര മെമ്പർമാരാണോ അതിനനുസരിച്ചിട്ട് അയാൾ സക്കാത്ത് കൊടുക്കണം. ഇതാണ് ഈ ഘട്ടത്തിലാണ് ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വലൈസ ലഹാ നിസാബൻ. അദ്ദേഹത്തിന്റെ ഫത്വയിൽ നിന്നുള്ള ഒരു ചെറിയ ഭാഗം, ഇതിന് നിസാബ് എത്തുകയല്ല ചെയ്യുന്നത്. ബൽ യജിബു അലൽ മുസ്ലിമി ഇഖ്റാജിഹാ അൻ നഫ്സിഹി വ അഹ്ലി ബൈതിഹി മിൻ ഔലാദിഹി വ സൗജാതിഹി വ മമാലികിഹി ഇദാ ഫദലത അൻ ഖൂതിഹി വ ഖൂതിഹി യൗമിഹി വ ലൈലതിഹി. ഇതാണ് അതിന്റെ ഏറ്റവും ഷോർട്ട്. അതായത് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത് ആർക്കാണ്? അത് അദ്ദേഹത്തിന്റെ ആ ചെറിയൊരു വാചകം, ഇബ്നു ബാസിന്റെ ചെറിയ വാചകം, വലൈസ ലഹാ നിസാബുൻ, അത് നിസാബില്ല. ബൽ യജിബു അലൽ മുസ്ലിമി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കൽ നിർബന്ധമാകുന്നു. ഇഖ്റാജിഹ അൻ നഫ്സിഹി, ആർക്കൊക്കെ വേണ്ടി? തനിക്ക് വേണ്ടി. വ അഹ്ലി ബൈതിഹി, തന്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി. മിൻ ഔലാദിഹി, തന്റെ മക്കൾക്ക് വേണ്ടി. വ സൗജാതിഹി, തന്റെ ഭാര്യയ്ക്ക് വേണ്ടി. വ മമാലികിഹി, തന്റെ അടിമകൾക്ക് വേണ്ടി. ഇദാ ഫദലത അൻ ഖൂതിഹി വ ഖൂതിഹിം യൗമിഹി വ ലൈലതിഹി, അന്ന് പെരുന്നാളിന്റെ അന്നും അന്ന് രാത്രിയും അവർക്ക് കഴിക്കാനുള്ളത് കഴിച്ചിട്ട്, അവർക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് മിച്ചം വരുന്നതുണ്ടെങ്കിൽ അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീർന്നു. അത് ധനത്തിന്റെ നിസാബ് അനുസരിച്ചിട്ടല്ല. നമ്മൾ വെള്ളിയുടെയോ സ്വർണത്തിന്റെയോ ഇത്ര ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ, എത്ര സ്വർണ്ണം ഉണ്ടെങ്കിൽ, ഇത്ര പൈസ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുക, ആ രൂപത്തിലല്ല ഫിത്ർ സക്കാത്തിൻ്റെത്. അപ്പൊ ഇതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമതായിട്ട്, അപ്പൊ ഒന്ന് നിർബന്ധമാണ്. രണ്ടതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്. 3 ഓരോരുത്തർക്കും നിർബന്ധമാണ്.
കുട്ടികൾക്കും ചെറിയവർക്കും അടിമകൾക്കും എല്ലാവർക്കും നിർബന്ധമാണ്. അത് നിർബന്ധമായി തീരുന്നത് പെരുന്നാളിന്റെ അന്ന്. അത് അവന്റെ കുടുംബത്തിന് കഴിച്ചിട്ട് മിച്ചുണ്ടോ അതിന് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി എന്നർത്ഥം. അതാണ് നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അഞ്ചാമതായിട്ട്, ഇനി ഇത് നിർബന്ധമാകുന്നത് എങ്ങനെയാണ്? ഇത് നിർബന്ധമാകുന്നത് നോമ്പ് അവസാനിക്കുന്നതോട് കൂടിയിട്ടാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. അതായത് ഖുറൂബോട് കൂടിയിട്ട് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നു. മനസ്സിലായല്ലോ? സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി, അതായത് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 29-30, അതായത് നോമ്പ് അവസാനിക്കുന്നതോടുകൂടി ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരും. ചില ആരാധനകൾ അതിന് ചില കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആരാധനകൾ ഉണ്ടാകുന്നത്. ഇപ്പൊ സഹവിന്റെ സുജൂദ്, അത് നിസ്കാരത്തിൽ എന്തെങ്കിലും മറക്കണം, അപ്പോഴേ സുജൂദ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ചില സബബുകൾക്കനുസരിച്ചിട്ടുള്ള ചില ആരാധനകളുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് നോമ്പ് അവസാനിക്കുന്നതോട് കൂടി മാത്രമാണ്. അതിന്റെ മുമ്പ് ഒരാൾ മരിച്ചു പോയാലോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമല്ല. അതേപോലെ തന്നെ നേരെ തിരിച്ചും. അപ്പോ നോമ്പ് അവസാനിക്കുന്നതോട് കൂടിയിട്ടാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. അതായത് ശവ്വാലോട് കൂടിയിട്ട് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. അതിൽ ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഗ്നിയിൽ ആ സമയം അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഫഅമ്മാ വഖ്തിൽ വുജൂബി, ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്ന സമയം. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാല് നമുക്ക് തോന്നുമ്പോ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. ചില ആളുകളൊക്കെ റമദാനിൽ ആദ്യത്തെ തന്നെ ചില സംഘടനകൾക്ക് അത് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ പണ്ഡിതന്മാരടുത്ത് വന്ന് കിട്ടിയിട്ട് അവർ മറുപടി കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. റമദാനിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള ജംഇയകൾ ഉണ്ടാവും, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും, സംഘങ്ങൾ ഉണ്ടാവും, സംഘടനകൾ ഉണ്ടാവും. അവർ ആദ്യം കൊടുത്തിട്ടുണ്ടാവും. ആ പൈസ അവർ മുൻകൂറായിട്ട് അടച്ചിട്ടുണ്ടാവും. അങ്ങനെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഇത് നിർബന്ധമായി തീരുന്നത് ഫഅമ്മാ വഖ്തുൽ വുജൂബി ഫഹുവ വഖ്തു ഖുറൂബി ശംസി മിൻ ആഖിരി യൗമിൻ മിൻ റമദാൻ. റമദാനിന്റെ അവസാനത്തെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതോട് കൂടിയിട്ട് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നു. ഫഇന്നഹാ തജിബു ബി ഖുറൂബി ശംസി മിൻ ആഖിരി ശഹരി റമദാൻ. കണ്ടോ, റമദാനിന്റെ അവസാനം സൂര്യന്റെ അസ്തമയത്തോട് കൂടിയിട്ട് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരും. ഫമൻ അസ്ലമ ഖബ്ല ഖുറൂബി ശംസി, ഒരാൾ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പാണ് ഒരാൾ മുസ്ലിം ആയതെങ്കിൽ ഫഅലൈഹിൽ ഫിത്ര, അവനും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ്. വൈൻ കാന ബഅദൽ ഖുറൂബി, എന്നാൽ ഖുറൂബിന് ശേഷമാണ് ലം തൽസമുഹു, അയാൾ മുസ്ലിം ആയതെങ്കിൽ അയാൾക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. അതൊക്കെ ഇബ്നു ഖുദാമയിലും മുഗ്നിയിലും അങ്ങനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത് സൂര്യൻ അസ്തമിക്കുന്നതോട് കൂടിയിട്ടാണ്, അതായത് റമദാൻ അവസാനിക്കുന്നതോട് കൂടിയിട്ട്. അവിടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. അത് വിതരണം നടത്തേണ്ടതും അങ്ങനെ തന്നെ, ഫിത്ർ സക്കാത്ത് വിതരണം നടത്തേണ്ടതും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം അന്ന് രാവിലെ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് എത്തിക്കലാണ്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിന്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് നിർബന്ധമായും കൊടുത്തോളണം. ആ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത് റമദാൻ അവസാനിക്കുന്നതോടുകൂടി അസ്തമയത്തോടുകൂടി ഫിത്ർ സക്കാത്ത് നിർബന്ധമായി. ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യേണ്ടത് അതിന്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ള സമയം, അത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് സുബ്ഹ് നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ പ്രഭാതത്തിൽ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് ആ ഫിത്ർ സക്കാത്ത് അതിന്റെ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. നമസ്കാരത്തിന് മുമ്പ് ഫിത്ർ സക്കാത്ത് അർഹർക്ക് കൊടുക്കുക എന്നുള്ളത് വാജിബാണ്. ഇല്ലെങ്കിൽ അത് ഫിത്ർ സക്കാത്താവൂല, അത് കേവലം ഒരു സ്വതക്ക മാത്രമായിരിക്കും. അവനതിൽ വീഴ്ച വരുത്തി. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് കേവലം ഒരു സ്വതക്ക മാത്രമായിരിക്കും. എന്നാൽ എന്ത് ചെയ്യാം, അതിന്റെ 1-2 ദിവസം മുമ്പ് അത് വിതരണം ചെയ്യുന്നത് ജായിസാണ്. പെരുന്നാളിന്റെ മുമ്പ് 1-2 ദിവസം മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുന്നത് ജായിസാണ്. അപ്പൊ അത് നേരത്തെ മുൻകൂട്ടി ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുന്ന പാടില്ല. അത് ശറഅ് പഠിപ്പിച്ചതിനെതിരാണ്.
എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായിട്ട് ഫിത്ർ സക്കാത്ത് അതിന്റെ അർഹരുടെ കൈകളിൽ എത്തിച്ചേർന്നിരിക്കണം. എന്നാൽ അതിന്റെ ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുന്നതിന് വിരോധമല്ല, അത് ജായിസ് ആണ് എന്നുള്ളത് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തൽ ഫിത്രി തുഹറത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസി വതുഅമതൻ ലിൽ മസാകിൻ എന്ന ഹദീസ് നമ്മൾ വായിച്ചല്ലോ. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് മൻ അദ്ദാഹ ഖബല സ്വലാത്തി ഫഹിയ സകാത്ത്, നമസ്കാരത്തിന്റെ മുമ്പ് ആരത് എത്തിച്ചോ, ആരത് നിർവഹിച്ചോ, അത് സക്കാത്താകുന്നു. സക്കാത്തുൻ മഖ്ബൂല, അത് സ്വീകരിക്കപ്പെടുന്ന സക്കാത്താണ്. വമൻ അദ്ദാഹ ബഅദ സ്വലാ, നമസ്കാരത്തിന്റെ ശേഷമാണോ ആരെങ്കിലും അത് എത്തിച്ചതെങ്കിൽ, അത് കൊടുത്തതെങ്കിൽ, ഫഹിയ സ്വദഖത്തും മിനസ് സ്വദഖാത്ത്, അത് സ്വദഖകളിൽപ്പെട്ട ഒരു സ്വദഖയാകുള്ളൂ. കാരണം ഇബാദത്തിന് ചില ചട്ടങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്, അതിന് ചില ഷുറൂത്തുകളുണ്ട്, ചില ആദാബുകളുണ്ട്. അത് പാലിക്കപ്പെടൽ നിർബന്ധം. നമുക്ക് തോന്നിയതുപോലെ ഇബാദത്ത് ചെയ്താൽ അത് ഇബാദത്താവില്ല. നമ്മളെ സൗകര്യം നോക്കിയിട്ട് ചെയ്യാനുള്ളതല്ല ഇബാദത്ത് എന്നുള്ളത്. അതിന് ശറഅ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അതിനനുസരിച്ചിട്ട് ചെയ്തെങ്കിലേ അത് ഇബാദത്താകുള്ളൂ, ഇല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറും. അപ്പോ ഇബാദത്ത് എന്നുള്ളത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാനുള്ളതല്ല. അപ്പൊ നിസ്കാരത്തിന്റെ മുമ്പ് അത് എത്തിച്ചാൽ അത് ഫിത്ർ സക്കാത്താണ്, ഇല്ലെങ്കിൽ അത് ഒരു സ്വതക്ക മാത്രമായിരിക്കും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അത് നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ കൊടുക്കണം എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി 2 ദിവസം മുമ്പ് കൊടുക്കൽ ജായിസാണെന്ന് പറഞ്ഞല്ലോ, അതിന്റെ തെളിവ് ബുഖാരി ഉദ്ധരിച്ച ഹദീസ് തന്നെയാണ്. അതായത് നോമ്പ് അവസാനിക്കുന്നതിന് പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പ് നമുക്ക് ഫിത്ർ സക്കാത്ത് നമുക്ക് എത്തിച്ചു കൊടുക്കാം. ചിലപ്പോ നമുക്ക് ആ രാത്രി പെരുന്നാളിന്റെ അന്ന് എത്തിച്ചു കൊടുക്കാൻ സാങ്കേതികമായ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉദറുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ എന്ത് ജായിസാണ് 1-2 ദിവസം മുമ്പ് കൊടുക്കല്. അത് ജായിസാണ് എന്നുള്ളത് നമ്മുടെ അഖലനുസരിച്ചിട്ട് നമ്മൾ പറയുന്നതല്ല. മറിച്ച് ഹദീസിൽ കാണാം, നാഫിയിൽ നിന്നുള്ള ഹദീസിൽ വക്കാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യുഅതീഹാ الذين يقبلونها وكانوا يؤتون قبل الفطر بيوم أو يومين. അവരത് സക്കാത്ത് സ്വീകരിക്കുന്ന ആളുകൾക്ക് അവർ അത് നൽകാറുണ്ടായിരുന്നു. അവരത് നൽകി വക്കാനു യുഅതൂന, അവർ അത് നൽകാറുണ്ടായിരുന്നു ഖബ്ലൽ ഫിത്രി ബിയൗമിൻ ഔ യൗമൈനി, ഫിത്റിന്റെ അതായത് പെരുന്നാളിന്റെ 1 ദിവസം 2 ദിവസം മുമ്പ് അവരത് നൽകാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നതിന് വിരോധമല്ല. ഇത് സ്വഹീഹുൽ ബുഖാരി കിതാബു സക്കാത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, ഇബ്നു ഉമറിൽ നിന്നുള്ള ഈ സംഭവം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അത് 1-2 ദിവസം മുമ്പ് അത് വിതരണം ചെയ്യുന്നത് ജായിസാണ് എന്നുള്ളത് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം. എന്നാൽ അതിന്റെ മുമ്പ് തന്നെ നമുക്ക് അതിന്റെ പണം ശേഖരിക്കാം. പണമായിട്ട് അത് നമ്മൾ ഒരാളെ വക്കാലത്തായിട്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ, അതല്ല നമ്മൾ നേർക്കുനേരെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അതിന്റെ ആ അനുസരിച്ചിട്ട് നമുക്കത് കൊടുക്കാം. അതല്ല നമുക്ക് അതിനുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കാം. അത് നേരത്തെ ആകുന്നതിന് വിരോധമല്ല. അതിന്റെ എത്രയാണോ അതിന്റെ പൈസ കണക്കാക്കിയിട്ടുള്ളത്, ആ പൈസ അവരെ ഏൽപ്പിക്കുന്നു, അത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, പെരുന്നാളിന്റെ അന്ന് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് അവരതിന് ഭക്ഷണം വാങ്ങി അത് അതിന്റെ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത്. പെരുന്നാളിന്റെ മുമ്പ് അത് കൊടുക്കണം, അത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ അത് സ്വതക്ക മാത്രമായിരിക്കും. ഇനി എന്താണ് ഫിത്ർ സക്കാത്തായിട്ട് നൽകേണ്ടത്? അത് ഈ പറഞ്ഞ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഫിത്ർ സക്കാത്തായിട്ട് എന്താണ് കൊടുക്കേണ്ടത്, അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ല. കാരണം വ്യക്തമായൊരു നസ്സ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിലൊരു ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പറഞ്ഞ ഹദീസുകളിലൊക്കെ വന്നു എന്താണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ആ ഹദീസുകളിലൊക്കെ വന്നത് എന്താണ്, ഷഈർ, സബീബ്, അഖിത്ത്, തംറ്, ഖംഹ്, ബുർറ്, ഇതാണൊക്കെ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു ഹദീസ് വായിച്ചു. ആ ഹദീസിൽ ഗണ്യതമായി തന്നെ പറഞ്ഞു ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ആ ഹദീസിൽ പറഞ്ഞത് ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്ർ തുഹ്റത്തൻ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസി വതുഅമതൻ ലിൽ മസാകീൻ. ആ ഹദീസിൽ വ്യക്തമായി തന്നെ പറഞ്ഞു എന്താണ് സക്കാത്ത്. അത് മിസ്കീനുകൾക്കുള്ള തുഅമത്താണ്, മിസ്കീനുകൾക്കുള്ള അന്നമാണ്, അവർക്കുള്ള ആഹാരമാണ്, അവർക്കുള്ള ഭക്ഷണമാണ്.
അതെന്താ കൊടുക്കേണ്ടത്? മിസ്കീനുകൾക്കുള്ള തുഅമത്ത്, അവർക്കുള്ള തുആമ്, അതാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് ഹദീസിൽ നിന്ന് കിട്ടി, അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ഭക്ഷണം കൊടുക്കാനാണ്, ഹദീസിന്റെ നസ്സാണ്. സ്വഹാബത്ത് കൊടുത്തത്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത് അത് തന്നെയാണ്. ആ നാട്ടിലെ ആഹാരം ഏതാണോ, ഓരോ നാട്ടിലെയും ആഹാരം ഏതാണോ മുഖ്യാഹാരം, ആ ആഹാരമാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. അതിലൊരു സംശയമല്ല. അത് ഹദീസിൽ നിന്ന് കിട്ടി. എന്താ? തുഅമത്തൻ ലിൽ മസാക്കീൻ. അതേപോലെ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഹദീസ് നമ്മൾ നേരത്തെ ഉദ്ധരിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, വക്കാന തുആമന അശ്ശഈർ വസ്സബീബ് വല്ലഖിത്ത് വത്തംർ, കാരക്ക, അതേപോലെ തന്നെ പാൽക്കട്ടികള്, അതേപോലെ തന്നെ ബാർലി, ഗോതമ്പ്, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഹാരം. അതേപോലെ തന്നെ വേറെ ഹദീസുകളിൽ അതിന്റെ ബാക്കിയുള്ള രൂപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ത്വആമായിരിക്കണം ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം അരി, ആ അരിയാണ് നമ്മൾ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. ഇനി ഇന്ന് ചില ന്യായങ്ങളുമായിട്ട് ചില ആളുകൾ വന്നിരിക്കുന്നത് പൈസ കൊടുക്കാം, എന്നിട്ട് അവർക്ക് ചില ന്യായീകരണങ്ങൾ. കാരണം അവരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെങ്കിലോ, അവർക്ക് വേണ്ടത് വസ്ത്രമാണെങ്കിലോ, അവർക്ക് വേണ്ടത് വെള്ളമാണെങ്കിലോ, അവർക്ക് വേണ്ടത് വേറെ വല്ലതെങ്കിലും ആണെങ്കിലോ, ആ ന്യായം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അട്ടിമറിക്കുന്നുണ്ട് ചില ആളുകൾ, അവരുടെ ബുദ്ധിക്കനുസരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് ത്വആമ് തന്നെ കൊടുക്കണം. അത് ഹദീസുകളിൽ നസ്സാണ്. അതിനു പകരം പണമായി നൽകിയാൽ പോരാ എന്നുള്ളത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സംഗതി മനസ്സിലായല്ലോ. എന്നാൽ നമ്മളിവിടെ അതല്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, വക്കാലത്തായിട്ട് ഏൽപ്പിക്കുമ്പോൾ പണമായിട്ട് നൽകാം. പക്ഷെ അവരോട് അത് പറയണം, അവരോട് കൽപ്പിക്കണം, കൊടുക്കേണ്ടത് പണമല്ല, അതിനുള്ള ഭക്ഷണ സാധനമായിരിക്കണം. നമ്മളത് നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് പണമല്ല, നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരം അരിയാണ്, അരിയായിരിക്കണം കൊടുക്കേണ്ടത് ഫിത്ർ സക്കാത്തായിട്ട്. അതാണ് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. അതിനു പകരം പണം നൽകലോ പറ്റില്ല എന്നുള്ളത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ ഇതിൽ ചോദിച്ചൊരു ചോദ്യത്തില് ശരിക്ക് അവരെ ശരിയാക്കി വിടുന്നുണ്ട്. ഫിത്ർ സക്കാത്ത് പണമായിട്ട് കൊടുക്കാം എന്ന് ന്യായം പറയുന്ന ആളുകളെ ശരിക്കും അങ്ങോട്ട് തെളിവുകൾ കൊണ്ട് കശക്കി വിടുന്നുണ്ട് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ അത് ഓരോന്നും വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ല. അതിലൊന്ന് രണ്ട്, കാരണം തെളിവുകൾ ഉദ്ധരിക്കണമല്ലോ. ഒന്ന്, ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. അദ്ദേഹം അത് വ്യക്തമായി തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അൽ വാജിബു ഇഖ്റാജിഹാ ത്വആമൻ, അത് ത്വആമായിട്ട് തന്നെ കൊടുക്കുക എന്നുള്ളത് വാജിബാണ്. ഹാദല്ലദി അലൈഹി ജംഹൂർ അഹ്ലുൽ ഇൽമ്, ഇത് തന്നെയാണ് ജംഹൂർ അഹ്ലുൽ ഇൽമിന്റെയും അഭിപ്രായം. സ്വഅൻ മിൻ ഖൂത്തിൽ ബലദി മിൻ തംറിൻ ഔ ശഈരിൻ ഔ അർസിൻ മിൻ ഖൂത്തിൽ ബലദി സ്വഇൻ ഹാദാ ഹുവൽ വാജിബു അൻ കുല്ലി നഫ്സിൻ. അപ്പോൾ ആ നാട്ടിലെ മുഖ്യാഹാരം എന്താണോ, തംറോ ശഈറോ അർസോ എന്തോ ആകട്ടെ, ആ നാട്ടിലെ ആഹാരം ഇതാണ് ഓരോരുത്തർക്കും നിർബന്ധമായിട്ടുള്ളത്. അനി റജുലി വൽ ഉൻസ വസ്സഈരി വൽ കബീരി വഖാല ജമാഅത്തു മിൻ അഹ്ലിൽ ഇൽമി. എന്നാൽ അഹ്ലുൽ ഇൽമിൽപ്പെട്ട ഒരു ജമാഅത്ത് പറഞ്ഞിട്ടുണ്ട്, യജൂസു ഇഖ്റാജിഹാ നഖദൻ, അത് പൈസയായിട്ട് പണമായിട്ട് നൽകുന്നത് ജായിസാണ് എന്ന് അഹ്ലുൽ ഇൽമിൽപ്പെട്ട ഒരു ജമാഅത്ത് പറഞ്ഞിട്ടുണ്ട്. വലാകിന്നഹു ഖൗലുൻ ലഈഫുൻ, പക്ഷെ അത് ലഈഫായ ദുർബലമായ അഭിപ്രായമാണ്. വസ്സവാബു അന്നൽ വാജിബ ഇഖ്റാജിഹാ ത്വആമൻ, അതുകൊണ്ട് തന്നെ ഇതിൽ സ്വവാബ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം എന്താണ്, അത് ത്വആമായിട്ട് തന്നെ കൊടുക്കൽ നിർബന്ധമാണ്. അതാണ് സ്വവാബ് ഇൻദൽ ജംഹൂരി അഹ്ലിൽ ഇൽമി, ജംഹൂർ അഹ്ലുൽ ഇൽമിന്റെയും അടുത്തുള്ള അഭിപ്രായം. അക്സറു അഹ്ലിൽ ഇൽമി, അതേപോലെ തന്നെ അഹ്ലുൽ ഇൽമി അക്സർ അധികം അവരുടെയും അഭിപ്രായം. കമാ ജാഅ ഫീ ദാലികൽ അഹാദീസി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ വിഷയത്തിലാണ് ഹദീസ് സ്വഹീഹായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണെന്ത് ആ വിഷയത്തില് സവാബ് എന്നുള്ളത് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ ഫത്വയിൽ നമുക്ക് കാണാതെ അദ്ദേഹം ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഇത് അദ്ദേഹം കൊടുക്കുകയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഫൗസാൻ അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു.
അദ്ദേഹം പറഞ്ഞു, ഇന്നും പല നാടുകളിലും പണ്ഡിതന്മാർക്കിടയിൽ തർക്കം നിലനിൽക്കുന്നുണ്ടല്ലോ ഫിത്ർ സക്കാത്തിന്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ അത് പൈസയായിട്ട് കൊടുക്കുന്ന വിഷയത്തിലും തർക്കമുണ്ടല്ലോ. ഫമാ റഅയു ഫളീലത്തിക്കും, എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം? ഷെയ്ഖ് ഫൗസാൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ, അദ്ദേഹത്തോടാണ് ചോദ്യം അങ്ങനെയാണ്. കസുറൽ ജദ്ലു മുഅഖിറൻ ബൈന ഉലമാഇ ബഅദി ദുവലിൽ ഉഖറ, ചില നാടുകളിൽ ചില രാഷ്ട്രങ്ങളിൽ ഉലമാക്കൾക്കിടയിൽ ഇന്നും ഈ തർക്കം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം. അതിന് കൊടുക്കുന്ന മറുപടി ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ, അൽ മശ്റൂ ഫി സകാത്തിൽ ഫിത്രി അൻ തുഅദ്ദ അലൽ വജ്ഹിൽ മശ്റൂ അല്ലദി അമറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശറഅ് കൽപ്പിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഫിത്ർ സകാത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ. ബിഅൻ യദ്ഫഅൽ മുസ്ലിമു സ്വഅൻ മിൻ ഖൂത്തിൽ ബലദി, ഒരു മുസ്ലിം കൊടുക്കേണ്ടത് എന്താണ്? ആ നാട്ടിലെ ഖൂത്ത്, ഭക്ഷണം എന്താണോ അത് ഒരു സ്വഅാണ് കൊടുക്കേണ്ടത്. വതുഅതാലിൽ ഫഖീരി ഫി വഖ്തിഹ, അതിന്റേതായ സമയത്ത് ആ നാട്ടിലുള്ള ഫക്കീറന്മാർക്ക് അത് നൽകപ്പെടണം. അമ്മാ ഇഖ്റാജുൽ ഖീമ, എന്നാൽ പണം കൊടുക്കൽ ഫഇന്നഹു ലാ യുജ്സിഉ ഫി സകാത്തിൽ ഫിത്രി, അത് സകാത്തുൽ ഫിത്റിൽ ജായിസ് അല്ല. എന്തുകൊണ്ട്? ലിഅന്നഹു ഖിലാഫു മാ അമറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതിനെതിരാ. എന്നിട്ട് നമ്മളെ ബുദ്ധിയും കൊണ്ട് എന്നിട്ട് പറയണത് അവർക്ക് വേണ്ടത് വസ്ത്രമാണെങ്കിലോ ചിലപ്പോൾ തിന്നാനുള്ളത് അവർക്ക് ഉണ്ടെങ്കിലോ അതിന് പണ്ഡിതന്മാർ പറഞ്ഞു വേറെ പണം കൊടുത്തോ, അള്ളാന്റെ ഇബാദത്ത് മാറ്റിമറിക്കാൻ പറ്റുമോ? അതാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇവർ അള്ളാഹിനെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അള്ളാഹ്ക്ക് മനസ്സിലായില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. പാവങ്ങൾക്ക് വേണ്ടത് അവർക്ക് പല ആവശ്യങ്ങളുണ്ടാകും, അതുകൊണ്ട് പാവങ്ങളുടെ ആവശ്യം എന്താന്നുള്ളത് അള്ളാഹ്ക്ക് തിരിയില്ല എന്നല്ല ഇവർ പറയുന്നതിന്റെ അർത്ഥം. അതാണല്ലോ ഇതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അള്ളാഹ്ക്ക് പറഞ്ഞാൽ പോരുന്നു, എന്താണോ മിസ്കീനുകൾക്ക് വേണ്ടത് അതാണ് നിങ്ങൾ ഫിത്ർ സക്കാത്തായിട്ട് കൊടുത്താൽ മതി എന്നുള്ളത് പിന്നെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഷെയ്ഖ് അൽബാനി ശരിക്കും അതിനെ ഗണ്ണിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഷെയ്ഖ് ഫൗസാൻ പറയുന്നത് അന്നഹു ഖിലാഫി മാ അമറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംറിന് വിരുദ്ധമാണ്. മാത്രമല്ല വമാ അമില ബിഹി സ്വഹാബത്തുൽ കിറാം, സ്വഹാബത്തിന്റെ നിലപാടിനും എതിരാണ്. അതൊക്കെ ലജനത്ത് ദായിമയുടെ ഫത്വയിൽ ഇത് അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിനെതിരെ, ഹദീസുകൾക്കെതിരെ, നസ്സിനെതിരെ. രണ്ട്, സ്വഹാബത്തിന്റെ നിലപാടിനെതിരെ. അതേപോലെ തന്നെ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇനെതിരെ. അവരൊക്കെ കൊടുത്തിട്ടുള്ളത് എന്ത് തന്നെയാണ്? അവരൊക്കെ ത്വആമ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഷെയ്ഖ് ഫൗസാൻ അത് തുറന്ന് വിശദീകരിക്കുന്നു. വമാ അമില ബിഹി സ്വഹാബത്തുൽ കിറാം മിൻ ഇഖ്റാജി ത്വആമി വലം യകൂനു യുഖ്രിജൂനൽ ഖീമ, അവരാരും തന്നെ ഖീമത്ത് പണം കൊടുത്തിട്ടില്ല. വഹും അഅലമു മിന്നാ ബിമാ യജൂസു വമാ ലാ യജൂസു, എന്താണ് ജായിസ് എന്താണ് ജായിസ് അല്ലാത്തത് എന്നുള്ളത് നമ്മളെക്കാൾ തിരിയുന്ന ആൾക്കാർ അവരാണല്ലോ. അവരാരും ഇത് കൊടുത്തിട്ടില്ലല്ലോ, അവരാരും ഇത് കൊടുത്തിട്ടില്ല. ലജ്നയുടെ ഒരു ഫത്വയിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എത്ര കൊല്ലം ഇത് കൊടുത്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മിസ്കീനുകളും ഫക്കീറന്മാർ ഒരുപാടുണ്ടായിരുന്നല്ലോ. അന്നും അവർക്ക് പല ആവശ്യങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ദിർഹമും ദീനാറുണ്ടല്ലോ. ആ ദിർഹമും ദീനാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടോ? അതേപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ അവരുടെ ലജ്നത്ത് ദായിമയുടെ ഫത്വയിലും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ജായിസ് ഏതാണ്, ജായിസ് അല്ലാത്തത് ഏതാണെന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ അറിയണതായിരിക്കും തന്നെയാണ്, നബിക്കും സ്വഹാബത്തിനും തന്നെയാണ്. അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് വൽ ഉലമാഉല്ലദീന ഖാലൂ ബിഇഖ്റാജിൽ ഖീമ ഖാലൂ ദാലിക അൻ ഇജ്തിഹാദിൻ, അത് ഖീമത്ത് പണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ അവരുടെ ഇജ്തിഹാദ് അനുസരിച്ചിട്ട് പറഞ്ഞതാണത്. വൽ ഇജ്തിഹാദ് ഇദ ഖാലഫൻ നസ്സ ഫലാ ഇഅ്തിബാറ ബിഹി, നസ്സിനെതിരായിട്ട് പിന്നെ ഇജ്തിഹാദ് വന്നാൽ അതിന് ഒരു പരിഗണനയില്ല, അത് പരിഗണിക്കേണ്ട കാര്യം നമുക്കില്ല. എന്നിട്ട് അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം, ഖീല ലിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കപ്പെട്ടു, ഖൗമുൻ യഖൂലൂന, കുറച്ചാളുകൾ പറയുന്നു, ഉമർ ബിൻ അബ്ദുൽ അസീസ് കാന യഖുദുൽ ഖീമത ഫിൽ ഫിത്രി, ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് പണം സ്വീകരിക്കാറുണ്ടായിരുന്നല്ലോ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിക്കപ്പെട്ടു. ഖാല, അദ്ദേഹം പറഞ്ഞു, യദഊന ഖൗല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയഖൂലൂന ഖാല ഫുലാനുൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ അവർ ഒഴിവാക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഖാല ഫുലാനുൻ, ഇന്നയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വഖദ് ഖാല ഇബ്നു ഉമർ, എന്നിട്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചു കൊടുത്തു. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഖാത്തൽ ഫിത്രി സ്വാഅൻ, ആ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്. ആ ഹദീസിൽ വന്നിട്ടുള്ളത് എന്താണ്? അത് തുഅമതൻ ലിൽ മസാകീൻ, അത് അവർക്കുള്ള മിസ്കീനുകൾക്കുള്ള ത്വആമായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന് അർഹരായിട്ടുള്ള ആളുകളുണ്ട്, ആ അർഹരായ ആളുകൾക്ക് അത് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, അള്ളാന്റെ റസൂലിന്റെ ഒഴിവാക്കിയിട്ട് ഇന്നാള് പറഞ്ഞിക്കണ്, അത് അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹദീസ് എടുത്ത് ഉദ്ധരിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇത് ഷെയ്ഖ് ഫൗസാന്റെ ഫത്വയിൽ കാണാം. ഈ വിഷയത്തിൽ ധാരാളം ഫത്വകളുണ്ട്. ഇത്
ഖീമത്തായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. നേരത്തെ ഞാൻ വായിച്ചത് ലജ്നത്ത് ദായിമയുടെ ഫത്വയിൽ. അതിന്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് റഫർ ചെയ്യാൻ. 24,651. അതിൽ വ്യക്തമായി അവരത് ഓരോന്നും അതിന്റെ കാരണങ്ങൾ സഹിതം അവര് അതിൽ എണ്ണി പറയുന്നുണ്ട്. 24,651 ലജ്നയോട് ചോദിച്ച ചോദ്യം. ഇതൊന്നോ രണ്ടോ ചോദ്യങ്ങളല്ല, പല ചോദ്യങ്ങൾ. അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനിന്റെതൊക്കെ നമുക്ക് വായിക്കാനും വിശദീകരിക്കാനുണ്ട്, പക്ഷെ സമയമല്ല. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആ നാട്ടിലെ മുഖ്യാഹാരം ഏതാണോ അതാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അതങ്ങനെ തന്നെ കൊടുക്കണം. അതിന് പകരം ഞാൻ എന്ത് ചെയ്യാ, എന്റെ ഫിത്ർ സക്കാത്തിന് പകരമായിട്ട് ഞാനിതാ 50 റുപ്യ അല്ലെങ്കിൽ 100 റുപ്യ അല്ലെങ്കിൽ 500 റുപ്യ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്, അങ്ങനെ അതിന്റെ വില കൊടുക്കുന്നത്, പണമായിട്ട് നൽകുന്നത് എന്തല്ല, അത് ആരും അത് അംഗീകരിച്ചിട്ടില്ല. ഇത് നമ്മൾ കൂടുതൽ തെളിവുകൾ ഉദ്ധരിക്കണമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ശരിയല്ല. ഇവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ന്യായങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പ്രമാണം പറഞ്ഞുകൊടുത്ത് ഇങ്ങോട്ട് വരിക. അതാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞത്. ഇത് അവർക്കാർക്കും തിരിയാത്തൊരു കാര്യം ഇപ്പൊ നമ്മക്കാ തിരിഞ്ഞത്. അതിന് വേറെ പണം കണ്ടെത്തിക്കോ, വേറെ ഫണ്ട് കണ്ടെത്തിക്കോ, എന്നിട്ട് കൊടുത്തോ. ഫിത്ർ സക്കാത്ത് ഇതായിട്ട് തന്നെ കൊടുത്തോ. അപ്പൊ ഇതാണ് അവരതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിലെ ഓരോ ഇബാദത്തും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ഇത്തിബായോടുകൂടി തന്നെ നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം റമദാൻ നമ്മളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ലൈലത്തുൽ ഖദറിന്റെ രാവുകളാണ്, ദാനധർമ്മങ്ങളുടെ രാവുകളാണ്, ഖുർആന് അത് ഓതി തീർക്കാനുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അത് വേഗത്തിലാക്കുക, പരമാവധി അതൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും ഇബാദത്തുകളും അള്ളാഹു നമ്മളിൽ നിന്നും അതൊരു സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നാളെ മരിച്ചു പോകുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് നേടുന്ന അവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.